ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് SSC CHSL 2022 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തരാനായിട്ടാണ്. അപ്പോൾ എക്സാമിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മളൊന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. CHSL എക്സാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ CHSL +2 യോഗ്യത വരുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ വ്യൂ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. SSC CHSL 2022 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എന്താണ് അതിന്റെ പ്രത്യേകത? ആദ്യം എല്ലാവർക്കും അറിയേണ്ട എന്താണ് സർ, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതായിരിക്കും അല്ലേ. എത്ര വേക്കൻസി ഉണ്ട്? വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, 4500 കൂടുതൽ വേക്കൻസീസ് നമുക്ക് CHSL പോസ്റ്റിലേക്ക് ഒഴിവുണ്ട്. അപ്പോ നല്ലൊരു വേക്കൻസി തന്നെയാണത്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 6th ഡിസംബർ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ വന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോ ഇനി ഈ എക്സാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആദ്യം പലർക്കും സംശയമുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് 10+2 ആണ്. എന്താണ്? 12ാം ക്ലാസ് ആണ് ഇതിന്റെ യോഗ്യത. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC എന്ന് പറയുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ എക്സാമിന് വേണ്ട യോഗ്യത 12ാം ക്ലാസ് ആണ്. നമുക്ക് എന്ത് വേണ്ട? 12th ആണ് ഇതിന്റെ യോഗ്യത വേണ്ടത്. ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പോസ്റ്റുകൾ? CHSLന്റെ പോസ്റ്റൽ അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകളുണ്ട്, സോർട്ടിംഗ് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, ലോവർ ഡിവിഷൻ ക്ലർക്കുകളുണ്ട്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോസ്റ്റുകൾ. പലർക്കും ഇതിന്റെ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്നൊന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് എന്താണ് ഇത് എന്ന് നമുക്ക് നോക്കാം. എക്സാമിന്റെ നെയിം അറിയാലോ എല്ലാവർക്കും. ദെൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഇത് നടത്തുന്നത്, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡി. വേക്കൻസിയെ പറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് ജോബ് ആണ്, നാഷണൽ ലെവൽ എക്സാം ആണ്, ഒരു ഓൺലൈൻ മോഡിലുള്ള എക്സാം ആണ്. 6th ഡിസംബർ ടു 4th ജാനുവരി വരെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കേട്ടോ. 4ാം തീയതി ജാനുവരി വരെ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. എക്സാം മോഡ് ഓൺലൈൻ ആണെന്ന് മനസ്സിലാക്കുക. ഇതിന് വേണ്ട എലിജിബിലിറ്റി ഇന്ത്യൻ സിറ്റിസൺഷിപ്പും അതേപോലെ തന്നെ 12th പാസുമാണ്. ഏജ് ലിമിറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ദെൻ ടയർ 1 ടയർ 2 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെലക്ഷൻ പ്രോസസ്സിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് CHSL എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, ഒറ്റ ടയർ എക്സാം ആയിരുന്നത്. നമ്മളിപ്പോ CGL വന്ന മാറ്റം പോലെ തന്നെ GD എക്സാമിന് വന്ന മാറ്റം പോലെ അവർ എല്ലാ എക്സാംസിനകത്തും ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്, ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. CHSL എക്സാമിന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ശ്രദ്ധിക്കുക. ടയർ 1 ടയർ 2 ആയിട്ടാണ് എക്സാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. അപ്ലൈ ചെയ്യേണ്ടത് www.ssc.nic.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ഏത് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഈ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അറിയാൻ മേലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എല്ലാവർക്കും അറിയാം, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അറിയാം, എൻഡ് ചെയ്യുന്ന ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അധികം കാത്തിരിക്കാനായിട്ട് നിൽക്കേണ്ട. ഇനി ഫസ്റ്റ് എക്സാമിന്റെ ഡേറ്റ്, അതായത് ടയർ 1 എക്സാമിന്റെ ഡേറ്റ് ഫെബ്രുവരി ഓർ മാർച്ച് ആണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോകില്ല. കൃത്യമായും ആ ഒരു ടൈമിൽ എക്സാം നടന്നിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ടാറ്റുവിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം 1 or 2 months ശേഷമായിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീയെ പറ്റിയാണ് പറയാനുള്ളത്. പലർക്കും അറിയാം എന്താണ്, 100 രൂപയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. ആർക്കാണ്? ഫീമെയിൽസിനില്ല, SC/ST കാറ്റഗറി ഉള്ളവർക്കില്ല, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും എക്സ് സർവീസ്മെൻ ആളുകൾക്കും എന്താണ്, ഫ്രീ ആയിട്ട് SSC എക്സാമിന് അപ്ലൈ ചെയ്യാം. അതർ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് എന്താണ്, 100 രൂപ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ് വളരെ പ്രാധാന്യമാണ്. ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റ് പറയാമെന്ന് പറഞ്ഞു. 18 to 27 ആണ് എന്തെന്ന് പറയുന്നത് CHSL എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാറ്റഗറിയിൽ വരുന്നവർക്ക് 5 years, OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് 3 years, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ 10 years വരെ ഉണ്ട്. അതിൻ്റെ കൂടെ OBC കൂടി വരുന്നുണ്ടെങ്കിൽ 13 വർഷം വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം SC/ST കാറ്റഗറി ആണെങ്കിൽ 15 years വരുന്നുണ്ട്.
എക്സ് സർവീസുകാർക്ക് അവർ റിട്ടയർ ആയിട്ട് 3 years ഓഫ് ഡിഡക്ഷൻ വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം. പ്രത്യേകിച്ച് എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് എന്താണ് ഇതിന്റെ എക്സാം പാറ്റേൺ? എന്താണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്? ടയർ 1 എക്സാം. മക്കളെ, നമ്മളുടെ SSCയുടെ എല്ലാം എക്സാമിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സബ്ജക്ട്സ് ഏതൊക്കെ തന്നെയാണ്? ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, QA ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അവിടെയൊന്നും വ്യത്യാസങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ടയർ 1 എക്സാം ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. 1/2 മാർക്ക് നെഗറ്റീവ് മാർക്കാണ്. എന്താണ് അതിന്റെ നേച്ചർ നമുക്ക് നോക്കാം. 25 ക്വസ്റ്റ്യൻസ് വീതം ഓരോ സെക്ഷനിൽ നിന്നും വരും കേട്ടോ. അങ്ങനെ 100 ക്വസ്റ്റ്യൻ ആണ്. ബട്ട് 200 മാർക്കാണ്. അതെന്താണ്? ഒരു സെക്ഷനിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അതുകൊണ്ട് തന്നെ 50 മാർക്ക് വീതമാണ്, 50 മാർക്സ് വീതമാണ് ഈച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് സെക്ഷനിൽ നിന്ന് വരുന്നത്. അപ്പോ എന്താണ്? 200 മാർക്ക് വരും. ടോട്ടൽ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ എക്സാം ആണ് എന്ത് ചെയ്യുന്നത്? 100 മാർക്കിന്റെ കണ്ടക്ട് ചെയ്യുന്നത്. 200 മാർക്കാണ് വരുന്നത്. 1/2 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്തൊരു കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഞാൻ ഓടിച്ച് സിലബസ് ഒന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റീസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സീരീസ് ഉണ്ട്, റാങ്കിങ് ഉണ്ട്, ഡേറ്റ സഫിഷ്യൻസി ഉണ്ട്, കോഡഡ് ഇൻഇക്വാളിറ്റീസ് ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, പസിൽസ് ഉണ്ട്, ടാബുലേഷൻ ഉണ്ട്, സിലോജിസം ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡീകോഡിങ്, അതുപോലെ അങ്ങനെ കുറച്ച് വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സർ ആൻഡ് അലിഗേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, വർക്ക് ആൻഡ് ടൈം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ നല്ല കുറച്ച് ടോപ്പിക്കുകൾ നമ്മുടെ മാത്സിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഇതുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ദെൻ ഇംഗ്ലീഷ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾസ്, അങ്ങനെ അറിയാലോ നമ്മൾ നോർമലി വരുന്ന കുറെ ടോപ്പിക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം പഠിക്കുക. ജനറൽ അവയർനെസ്സിൽ ഹിസ്റ്ററി, കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, റിസർച്ച്, അവാർഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇങ്ങനെ നമ്മുടെ SSCക്ക് CGLനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും വെറുതെ അല്ല, നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട്, ഓക്കെ, നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാം നമുക്ക് കിട്ടേണ്ട എക്സാം ആണ്. നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, നന്നായി പ്രിപ്പയർ ചെയ്താൽ ഈ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. ഓക്കെ, ഞാൻ ടയർ 2 കൂടെ പരിചയപ്പെടുത്താം. ടയർ 2 മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ടയർ 2 വന്നിരിക്കുന്ന മാറ്റം? 3 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം വന്നിരിക്കുന്നത്. ഓക്കെ, 3 സെക്ഷനുകൾ കണ്ടോ? ഇതാണ് 3 സെക്ഷൻസ്. ഒന്നാമത്തെ സെക്ഷനിലെ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2 നിങ്ങൾ നോക്കിയേ, മാത്സും റീസണിങ്ങുമാണ്. 30 ക്വസ്റ്റ്യൻസ് വീതമാണ്. ഇൻറ്റു 3 ആണ്. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. അങ്ങനെയാണ് 90 മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് 180 മാർക്കാണ് വരുന്നത്. മനസ്സിലായോ? 1 മണിക്കൂറാണ് അതിന് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോയാൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്. ഇംഗ്ലീഷ് ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 120 ആണ് വരുന്നത്. ദെൻ ഇൻറ്റു 3 60 ആണ് വരുന്നത്. ടോട്ടൽ ആണ് ഇത് രണ്ടും ആയിരിക്കത്തില്ല. ടോട്ടൽ എത്രയാണ്? 180 ആണ് വരുന്നത്, മാർക്കാണ് വരുന്നത്. അപ്പൊ എത്ര ആയി പറഞ്ഞേ? ഇത് രണ്ടും കൂടെ ചേർത്ത് എത്ര വരും? 360 മാർക്സ് ആണ് വരുന്നത്. 2 മണിക്കൂറാണ് ഇത്രയും കാര്യത്തിന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? ഇനി സെക്ഷൻ 3 എന്ത് വരുന്നുണ്ട്? കമ്പ്യൂട്ടർ നോളജ് വരുന്നത്. ക്വാളിഫയിങ് നേച്ചർ ആയിട്ട് നമ്മൾ CGLനകത്ത് ഇപ്പോൾ വന്ന മാറ്റമാണ്. 15 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 15 ഇൻറ്റു 3 45 മാർക്സ് വരുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായ? ക്വാളിഫയിങ് നേച്ചർ ആണ്. പക്ഷെ കമ്പ്യൂട്ടർ നമ്മുടെ SSC എക്സാമിന്റെ ഒരു മസ്റ്റ് ആയിട്ടുള്ള പാർട്ടായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അതാണ് സെക്ഷൻ 3 മൊഡ്യൂൾ 2 വരുന്നത്. 15 മിനിറ്റ് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി അവർ തരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ വരും? 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 2:40 ആണ് നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. എക്സാമിന്റെ ടോട്ടൽ ടൈം എത്രയാണ്? 2:40. 2 മണിക്കൂർ 40 മിനിറ്റുമാണ് ടയർ 2 എക്സാം. നോക്ക് മക്കളെ, എക്സാമിൽ വലിയ ഒരു മാറ്റം വന്നിരിക്കുന്നത്. ആരെങ്കിലും നിസ്സാരമായിട്ട് CHSL എക്സാം കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നടപടിയാവത്തില്ല. നന്നായി പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് CGL ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും നന്നായി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CHSL ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. വെരി സീരിയസ്ലി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനം മാറ്റുക. അതിനു മുമ്പിട്ട് കൃത്യമായി ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ,
അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ പേ സ്കെയിലാണ്. വളരെ പ്രാധാന്യമുണ്ടല്ലോ, കാരണം ഇത്തരം എക്സാംസിന് നമുക്ക് എഴുതി ക്വാളിഫൈ ചെയ്താൽ എന്ത് സാലറി കിട്ടും? നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം ഒരു 30,000 രൂപ മുതൽ 63,000 രൂപ വരെ വരുന്ന സാലറി സ്കെയിലാണ്. ഞാൻ ബേസിക് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഈ പേ സ്കെയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു സാലറി സ്കെയിൽ നമുക്കുണ്ട്. ഈ ഓരോ, അതായത് LDC പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോലെയുള്ള പോസ്റ്റുകൾക്ക് നല്ലൊരു സാലറി സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സാലറി സ്കെയിൽ ഇനി 7th പേ കമ്മീഷൻ, അടുത്ത പേ കമ്മീഷൻ വരുമ്പോൾ ഇതിനകത്ത് എന്താണ് മാറ്റങ്ങൾ വരും, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിച്ചത് SSC CHSL കുറിച്ച്, നോട്ടിഫിക്കേഷനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയയും അതിന് വന്നിരിക്കുന്ന ചേഞ്ചുകളെ കുറിച്ചുമാണ്. എല്ലാവർക്കും ആ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒട്ടും സമയം നമ്മുടെ ഫ്രണ്ടിലില്ല. പെട്ടെന്ന് തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും പഠിച്ചു തുടങ്ങാനുള്ള ഒരു ടൈമുണ്ട്. ദിശ അക്കാഡമി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കൃത്യമായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ GD യുടെ ക്ലാസ്സുകൾ പോകുന്ന കണ്ടില്ലേ? അപ്പൊ അതേപോലെ പിന്നെ കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെടും വരും ദിവസങ്ങളിൽ. കുറച്ച് സർപ്രൈസുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും കൃത്യമായും ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും ക്ഷണിക്കുക. നിങ്ങളും കൂടെ ഉണ്ടാവുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി